അതുല്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. മരണകാരണം കഴുത്ത് ഞെരിച്ച്, ശരീരത്തിൽ 46 മുറിവുകൾ. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി അതുല്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് അതുല്യയുടെ ശരീരത്തിൽ 46 മുറിവുകളാണ് കണ്ടെത്തിയത്. ഇവയിൽ ചിലത് മരണത്തിന് മണിക്കൂറുകൾ മുമ്പുള്ളതും 2 ആഴ്ച പഴക്കമുള്ള മുറിവുകളും ഉണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയിൽ പ്ലേറ്റ് കൊണ്ടുള്ള അടിയേറ്റ പരിക്ക് കണ്ടെത്തിയതായും പറയുന്നു. മരണകാരണം കഴുത്ത് ഞെരിച്ചു തന്നെയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തി. ഭർത്താവ് സതീഷിൽ നിന്ന് അതുല്യ അനുഭവിച്ച ക്രൂര പീഡനത്തിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ചതാണെന്നാണ് കുടുംബത്തിന്റെ അവകാശവാദം. 10 വർഷമായി പീഡനം അനുഭവിച്ചെന്ന അതുല്യയുടെ വാക്കുകളും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സതീഷിന്റെ ശബ്ദവും ദൃശ്യങ്ങളിൽ കേൾക്കാമെന്ന് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ജൂലൈ 19-നാണ് ഷാർജയിലെ വസതിയിൽ അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് പോലീസ് സതീഷിനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും കൊലപാതകത്തിന് വ്യക്തമായ തെളിവില്ലെന്നാണ് ദുബായ് പോലീസ് പറഞ്ഞത്. ഇതിനെ തുടർന്നാണ് കൊല്ലം ജില്ലാ കോടതി സതീഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അതേസമയം അതുല്യയുടെ മരണം കൊലപാതകമാണെന്ന നിലപാടിൽ കുടുംബം ഉറച്ചുനിന്നു. കോടതിയിൽ അവർ സമർപ്പിച്ച ദൃശ്യങ്ങൾ പഴയവയാണെന്ന് പ്രതിഭാഗം വാദിച്ചു. ചിത്രങ്ങളുടെ ആധികാരികത തെളിയിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി പ്രോസിക്യൂഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് ഈ മാസം 8-ന് വീണ്ടും പരിഗണിക്കും. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.